ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളൊരു മാർവലല്ല, അതിന് വരെ ഡി സിയുടെ ഒരു ടോയിയാണ്. ഡി സിയുടെ ജസ്റ്റിസ് ലീഗ് മൂവിയിൽ നിന്നുള്ള ബാറ്റ്മാൻ്റെ ഒരു ടോയിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം ബോക്സ് നോക്കാം. ഇതാണ് ഈ ഒരു ഷേപ്പിലുള്ള ബോക്സാണ് ഈ ടോയ്ക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ ബെൻ അഫ്ലെക്കിൻ്റെ ഫോട്ടോ ഉണ്ട്, ബാറ്റ്മാൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ജസ്റ്റിസ് ലീഗിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ലോഗോ കൊടുത്തിട്ടുണ്ട്. വണ്ടർ വുമൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ, അക്വാമാൻ, സൈബോർഗ്, ഫ്ലാഷ്, ഇതിൻ്റെ എല്ലാം ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് പിന്നെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർമാനുണ്ട്, ബാറ്റ്മാനുണ്ട്, അങ്ങനെ എല്ലാ ഈ ജസ്റ്റിസ് ലീഗിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഈ ടോയ്സിൻ്റെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ സീരീസിൽ ഈ ടോയ്സ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഓരോ പാർട്സ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് അതിൽ തന്നെ വില്ലനായിട്ടുള്ള സ്റ്റെഫൻ വുൾഫിൻ്റെ ഫിഗർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജസ്റ്റിസ് ലീഗ് മൂവിയിൽ നിന്നുള്ള ബാറ്റ്മാൻ്റെ ഫിഗർ. ബാറ്റ്മാൻ എന്നുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോയാണ്. ഇത് പഴയൊരു സൂപ്പർ ഹീറോയാണ്. 1939 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഡി സിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹീറോയാണ് ബാറ്റ്മാൻ. പുള്ളിയുടെ സിറ്റിയാണ് ഗോതം സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ സ്റ്റോറീസ് എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മാർവലിൽ നമ്മളെ ടോണി സ്റ്റാർക്കിനെയൊക്കെ പോലെ സിമിലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സ്പെഷ്യൽ കഴിവുകൾ ഒന്നുമില്ല. അതായത് മറ്റേ നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കഴിവുകളേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ ബുദ്ധി, മറ്റേ ഹൈടെക് മെഷീനറീസൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്ക് അഡീഷണൽ സൂപ്പർ പവറുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്യൂട്ട് നോർമലായിട്ടുള്ള സ്യൂട്ടല്ല, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ മൂവിയുടെ ഫൈനൽ ബാറ്റിലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്യൂട്ടാണിത്. ഫ്രണ്ടിൽ ഈ ലോഗോ എല്ലാം ഉണ്ട്. കളർ സ്കീമെല്ലാം വ്യത്യാസമായിട്ടുള്ള ഒരു സ്യൂട്ടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്റ്മാൻ ഒരു ഗ്ലാസ്സൊക്കെ വന്നിട്ടുള്ള ഒരു ഇതാണ്. ഫ്രണ്ടിൽ ബാറ്റ്മാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. കേപ്പുണ്ട്, ഒരു തുണി കൊണ്ടിട്ടുള്ള ഒരു കേപ്പാണ് കൊടുത്തിട്ടുള്ളത്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. പിന്നെ മൊത്തത്തിലൊരു സിൽവറും ബ്ലാക്കും കലർന്നിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ബാറ്റ്മാൻ്റെ ആയുധങ്ങളൊന്നും ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല. ബൂമറാങ് ഉണ്ട്, ഒരു ഗണ്ണുണ്ട്, ആ സംഭവങ്ങളൊന്നും ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല. നോർമലായിട്ടുള്ള ഈ ഫിഗർ മാത്രമേ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. ബാറ്റ്മാൻ സ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫും ഫയർ പ്രൂഫും ഒക്കെ ആയിട്ടുള്ളൊരു സ്യൂട്ടാണ് ബാറ്റ്മാൻ യൂസ് ചെയ്യണത്. ഇതെനിക്ക് തോന്നുന്നു ഒരു ടാക്ടിക്കൽ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്യൂട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് ഹെഡിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. ചെറുതായിട്ട് മുകളിലോട്ടതായിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ചെസ്റ്റിൻ്റെ പാർട്ടിൽ ഈ ഒരു മൂവ്മെൻറ്റ് വരണമുണ്ട്. വേസ്റ്റിൽ, കൈയുടെ മൂവ്മെൻറ്റ്, ആംഗിൾസ്, റിസ്റ്റ്, ഈ ഒരു രീതിയിൽ വരെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. കാലിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുകളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഇതാണ്. ഈ ഭാഗത്തെല്ലാം ഈ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബെൽറ്റുണ്ട്. പിന്നെ കയ്യിലുള്ള മിക്കവാറും എല്ലാ ബാറ്റ്മാനിൽ പറഞ്ഞ ഈ ഒരു ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഹാൻഡ്സ് ഒന്നും വന്നിട്ടില്ല, ഫിഗർ മാത്രമേ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബാറ്റ്മാൻ ടോയുടെ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.